ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വേറെ കുറേ ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാതെ പരത്താതെ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്, ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്, എന്നിട്ട് കണ്ടിച്ച് നിങ്ങളും കൂടെ അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കാനും ഒന്നും മറന്നേക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. രാവിലെ നമുക്ക് ഈ മാവ് അരച്ച് വെച്ചേക്കുന്ന കാണുമ്പോൾ പറയാം കേട്ടോ, നല്ല അപ്പമാണല്ലോ. ഇതുണ്ടോ, നല്ല പൂ പോലത്തെ അപ്പം. ചില സമയത്ത് നമ്മൾ അരച്ച് വെക്കുമ്പോണ്ടല്ലോ ശരിയാതിരുന്ന അതിനകത്ത് എന്നതെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി ഒന്ന് കൂട്ടൊന്ന് സെറ്റാകാതിരുന്നാൽ മതി, അന്നേരം അപ്പം ഇതാകും. പിന്നെ ഈസ്റ്റും കൂടെ നല്ലതായതുകൊണ്ടാണ്. സാധാരണ ഇതുപോലെ തന്നെ കേട്ടോ, അരി വെള്ളത്തിയിട്ട് കുതിർത്തേച്ച് അതിനകത്തോട്ട് ചോറും തേങ്ങയും ഈസ്റ്റും ഒക്കെ ചേർത്ത് അരച്ചെടുക്കും. പിന്നെ ഇതിൽ വെച്ചാൽ തേങ്ങാവെള്ളം ഞാൻ ചേർത്തു. തേങ്ങാവെള്ളം നമ്മൾ അന്നേരം തേങ്ങ പൊട്ടിക്കുവാണെങ്കിൽ ആ തേങ്ങാവെള്ളം ഞാനങ്ങ് ചേർക്കും, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചേർക്കത്തില്ല. അങ്ങനെയാണ് അരച്ചെടുത്തിട്ട് പിന്നെ മാവ് അരച്ചെല്ലാം കഴിയുമ്പോൾ അതിലേക്ക് ശകലം പഞ്ചസാരയും കൂടെ ചേർക്കും. ഇങ്ങനെയാണ് ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെക്കുന്നത്. പിന്നെ രാവിലെ ഉപ്പും ചേർത്ത് ഉണ്ടാക്കും. അപ്പത്തിന് ഇന്ന് കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. കണ്ണന് ഇവിടെ കഴിക്കാനായിട്ട് പാലിരിപ്പുണ്ട്. ഇതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ, പഞ്ഞി പോലത്തെ അപ്പം. ഇവിടെ കഴിക്കാനായിട്ട് അവന് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പവും പാലും മനസ്സാണ്, സ്കൂളിൽ മുട്ടക്കറി. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. എല്ലാവരും ഒക്കെ എണീറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കാപ്പിയൊക്കെ കൊടുക്കട്ടെ. യോ, പാത്രം കയ്യിൽ തെന്നിപ്പോലെ. നമ്മൾ ഈ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, കഴിവതും സവാള കൊത്തി എരിയുന്നുണ്ടല്ലോ, കറിക്കൊരു ഇച്ചിരി കൊഴുപ്പ് നല്ല ഇതൊരു തിക്കായിട്ടിരിക്കും കറി. ഇതിപ്പോൾ വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. വെജിറ്റബിൾ മസാലപ്പൊടി, പിന്നെ ഒരു ശകലം മുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാര്യം പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി. ഇത്രയാണ് മുട്ടക്കറിയൊക്കെ ഇതിന് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കും, നല്ല തിക്കായിട്ടിരിക്കും കറി. എന്നിട്ട് നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഒരു ഇച്ചിരി നേരം ഞാനങ്ങ് വഴറ്റി എണ്ണയിലിട്ട്. ഇപ്പോൾ സവോളയും എല്ലാം മസാല എല്ലാം കൂടെ നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കേട്ടോ. ഒരു ഇച്ചിരി നേരം ഇട്ടൊന്ന് വഴറ്റി. എൻ്റെ കറി ഒരുമാതിരി വെളുത്തിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം, പച്ചവെള്ളം ചേർക്കണം കേട്ടോ. നല്ലപോലെ ഇട്ട് ഇളക്കട്ടെ. ഇപ്പം മുട്ടക്കറിയുടെ എല്ലാം ഗ്രേവി എല്ലാം ഇച്ചിരി തിക്കായി, ഒത്തിരി അങ്ങ് പറ്റിച്ചെടുക്കത്തില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ഗ്രേവി വേണം. ഇതിലേക്ക് ഇനി നമ്മുടെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കും. മുട്ടക്കറി റെഡിയായി. ഇതേ നമ്മളങ്ങനെ സവോള വരുമ്പോഴത്തേക്കുണ്ടോ തിക്കായിട്ട്, നീളത്തിൽ സവോള കിടക്കാതെ ഇങ്ങനെ തിക്കായിട്ട് കിടക്കും തന്നെ കറി. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ.
വേണ്ടി ഈ ഒരു ലൂസിലാണ് കുഴച്ചേക്കുന്നത്. അപ്പം തീ കുറച്ചിട്ട് വേണം ഒഴിക്കാൻ എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് തവി കൊണ്ട് നമ്മളിങ്ങനെ പരത്തരുത്. പരത്താതെ ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുകയാണ് ചെയ്യേണ്ടത്. ചപ്പാത്തി പോലെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാവേ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അവർ പക്ഷേ നോൺ സ്റ്റിക്കിനകത്താണ് ഉണ്ടാക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയത് ശരിയായില്ല കേട്ടോ. നമ്മുടെ ചട്ടകം ഇരിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കി നോക്കിയത്. കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി പൊള്ളി വരുന്ന പോലെ പൊള്ളി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ? കൊള്ളാം, കുഴപ്പമില്ല. ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. കുഴപ്പമില്ല കേട്ടോ, നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ആദ്യമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ നമുക്ക് തോന്നും. പക്ഷേ കുഴപ്പമില്ല. കല്ല് ഒരുപാട് ചൂടാകല്ലെന്ന് അവരതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി ചൂടായിട്ടുണ്ട്. അത് കല്ല് ഒരുപാട് ചൂടായാൽ ശരിയാകത്തില്ല. ചൂട് കുറച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കുമ്പോഴെന്ന് പറയുന്നുണ്ട്. ഇതും കുഴപ്പമില്ലാതെ കിട്ടി കേട്ടോ. ഞാൻ കല്ല് ഭയങ്കരമായിട്ട് ചൂടായതിന് ശേഷം മാവ് ഒഴിച്ചുകൊണ്ടാണ് ഷേപ്പ് വരാതിരുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി, കല്ല് ഒരുപാട് ചൂടാകരുത്. പക്ഷെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇച്ചിരിയുടെ നല്ല കേട്ടോ. എനിക്കൊന്ന് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതിനകത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിനകത്ത് പിടിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി ഷേപ്പ് ആണോന്നേ ഉള്ളൂ. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് നല്ല ഇതായിരുന്നു. അന്നേരം കല്ല് ഒരുപാട് ചൂടായിട്ടല്ലല്ലോ കിടക്കുന്നത്. നമ്മളത് ആദ്യം ഉണ്ടാക്കുമ്പോൾ ഓർക്കും ഇത് ഗോതമ്പോസോളം എന്നെ ഇരിക്കുന്നൊക്കെ വിചാരിക്കട്ടെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ചപ്പാത്തി പോലെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു വെന്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ചപ്പാത്തിയുടെ മറ്റേ ഗോതമ്പോസ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പരത്തുമ്പോഴത്തേക്ക് ആ തവിയുടെ ഷേപ്പ് വരുന്നുണ്ട്. ആ ഒരു വര വരുന്നുണ്ട്. അന്നേരം നമുക്കത് സെറ്റായി കിട്ടാത്തത്. കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു.
ഇത് കണ്ടോ, ആദ്യമേ ഞാൻ ഉണ്ടാക്കിയത് ശരിയായില്ലായിരുന്നു, അത് കഴിഞ്ഞുണ്ടാക്കിയാണ്. പക്ഷേ എനിക്കത്ര തൃപ്തിയായിട്ടില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി അല്ലാതെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. കനം കുറഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. വീഡിയോയിലൂടെ കാണുമ്പോൾ ചപ്പാത്തി പോലൊക്കെ തോന്നും, പക്ഷേങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശ തന്നെയാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് തൃപ്തിയായിട്ട് തോന്നിയില്ല. നീ ഇത് അച്ച് കഴിക്കുമല്ലോ ദൈവത്തിനറിയാം. ഗോതമ്പ് ദോശയുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് കണ്ടോ, ആ ടേസ്റ്റും ഒക്കെയാണ് ഗോതമ്പ് ദോശയുടെ. ചപ്പാത്തിയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. തവി കൊണ്ട് നമ്മളിങ്ങനെ പരത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായെങ്കിൽ എടുക്കുക കേട്ടോ. ഇപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. എന്നിട്ട് കല്ല് ഒരുപാട് ചൂടാകാതെ ഉണ്ടാക്കിയപ്പം അത് ശരിയായി കേട്ടോ. അത് ഒത്തിരി കല്ല് പഴുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, നോക്കി കൊള്ളാതെ നോക്കി, ചപ്പാത്തിയുടെ ടേസ്റ്റ് ഉണ്ടോ നോക്കിയത്. തൊടുമ്പോ ചപ്പാത്തി പോലെയൊക്കെ ഉണ്ട്. ആ ഇല്ല, അവളൊന്ന് ആണോ ചപ്പാത്തി ഇതാണോ? ആ, ഞാൻ ഇവിടുത്തെ ഗോതമ്പ് ദോശയുടെ ഇതായിരിക്കുമെന്ന്. ചപ്പാത്തി പോലെ ഉണ്ട്. ചപ്പാത്തി പോലെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഇപ്പം രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും സ്കൂളിലൊക്കെ പോയി, എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അത്രയ്ക്കങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. എനിക്കൊന്ന് മാവ് കുഴച്ചതിന് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ചെയ്തെടുക്കാം എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മളല്ലാതെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ അത്രയും അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുഴപ്പമാണോ ഒന്നും എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.